പ്രാതിനിധ്യപരമായി തിരഞ്ഞെടുക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പിലൂടെ ഒഴിവാക്കുന്ന ഇൻക്ലൂസീവായ ഒരു പ്രക്രിയ എന്നതിന് പകരം എക്സ്ക്ലൂഷൻ്റെ ഒരു അടിസ്ഥാന മാനദണ്ഡമായി തെരഞ്ഞെടുപ്പ് മാറിയ ഒരു കാലത്താണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെയും ഇതിനു മുമ്പുള്ള ഭരണത്തിൻ്റെയും ഒക്കെ കാലം നോക്കിയാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 15% വരുന്ന, അതായത് ഏതാണ്ട് 20 കോടിയിലധികം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു MLA-യോ ഒരു MP-യോ ഒരു മന്ത്രിയോ ഇല്ലാതെയാണ് ഇന്ത്യയിലെ കേന്ദ്രഭരണം എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഭരണകക്ഷിയുടെ എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്നത്. 2014 UP-യിൽ നിന്ന് 80 MP-മാർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ UP ജനസംഖ്യയിലെ 20% വരുന്ന, UP ജനസംഖ്യയിലെ 20% എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. UP-യിൽ 20 കോടി മനുഷ്യരുണ്ട്. അതിൽ 20% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 കോടി ആളുകൾ വരും. കേരളത്തിൽ 3.5 കോടി ആളുകളാണ്. ഈ 4 കോടി വരുന്ന ആളുകളിൽ നിന്ന് ഒരാൾ പോലും അവിടെ ഈ 80 MP-മാരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. ഇങ്ങനെ മതപരമായ ഒഴിച്ചു നിർത്തലിൻ്റെ, പുറന്തള്ളലിൻ്റെ, തെരഞ്ഞെടുത്ത് പുറത്താക്കുന്നതിൻ്റെ ഉപാധിയായി പൊളിറ്റിക്കൽ ഡെമോക്രസി മാറിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിൽ നിന്നുള്ളത്.